സീക്രട്ട് ഏജന്റ് സായി എല്ലാവർക്കും അറിയാവുന്ന ഒരു യൂട്യൂബറാണ്. അതിനേക്കാൾ ഉപരി ബിഗ് ബോസിനെ കുറിച്ച് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത വ്യക്തിയല്ല. അത്യാവശ്യം സീസൺ 3 തൊട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സീസണിൽ കയറണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഈ സായിക്ക് അറിഞ്ഞൂടെ പുറത്ത് നടക്കുന്ന കാര്യം പോയിട്ട് അകത്ത് പറയാൻ പാടില്ല എന്ന്? അല്ലെങ്കിൽ ഇത് പുറത്ത് നടക്കുന്ന കാര്യം അകത്ത് പറഞ്ഞാൽ എന്നെപ്പറ്റി പുറത്ത് ആൾക്കാർ സംസാരിക്കും, ഭയങ്കര കോൺട്രവേഴ്സി ആവും, എല്ലാവരും എടുത്ത് വീഡിയോ ചെയ്യുന്നു വിചാരിച്ചിട്ടാണോ ഈ മാതിരി പോക്കൃത്തരം കാണിച്ചത്? എന്തിനാണ് അഫ്സലിൻ്റെ വോയിസ് ലീക്ക് ചെയ്ത കാര്യം? അഫ്സല് ജാസ്മിൻ വരാൻ വെയിറ്റിംഗ് ആണ്, വന്നിട്ട് പുറത്തുനിന്ന് സംസാരിക്കുന്നുള്ള കാര്യമൊക്കെ അവിടെ പോയി സംസാരിക്കാൻ പോയത്. അത് ബിഗ് ബോസിൻ്റെ അതിന് വന്ന ഉടനെ വാർണിംഗും കിട്ടി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് വൈൽഡ് കാർഡായിട്ട് കയറിയ ഒരു വ്യക്തിയാണ്. ഇത് ബ്രേക്ക് റൂളിങ് സംഭവമാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ തവണ DFKയ്ക്കും ഒക്കെ പുറത്തുനിന്നുള്ള കാര്യം സംസാരിച്ചിട്ട് ചെറിയ പണിഷ്മെൻ്റ് അല്ല കിട്ടിയത്. അവർ പുറത്തേക്ക് പോകേണ്ട അവസ്ഥ വരെ എത്തി. അപ്പോൾ എന്തിനാണ് ഈ പുറത്ത് കിടക്കുന്ന കാര്യം പോയിട്ട് ഈ കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കുന്ന ജാസ്മിനോട് സംസാരിക്കേണ്ട കാര്യം? ജാസ്മിൻ സ്വന്തം ഫാദർ വിളിച്ച് വാൺ ചെയ്തിട്ടും ചീത്ത പറഞ്ഞിട്ടും, അല്ലെങ്കിൽ ലാലേട്ടൻ ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി പറഞ്ഞിട്ടും, അവിടെയുള്ള കണ്ടസ്റ്റൻസ് പറഞ്ഞിട്ടും അത് അക്സെപ്റ്റ് ചെയ്യാതെ വെളുപ്പിച്ച് ജബ്രിയെ ഇങ്ങനെ തൂങ്ങി പിടിച്ച് നടക്കുന്ന ആള്. ഇനിയിപ്പോൾ സീക്രട്ട് എന്താ വിചാരിച്ചത്? സായി എന്താ വിചാരിച്ചത്? അവളെ മെന്റലി തളർത്താന്നു? അത് എനിക്ക് ഒട്ടും അക്സെപ്റ്റബിൾ ആയിട്ട് തോന്നുന്നില്ല. കാരണം അവനോ കത്തിക്കൊണ്ടല്ല വേറൊരാളെ മെന്റലി അപ്സെറ്റ് ആക്കേണ്ടത്. ബ്രേക്ക് ദ റൂൾ എന്ന് പറഞ്ഞ സംഭവം സായി റൂൾ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ അഫ്സലിന്റെ വോയിസ് ലീക്കായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തേക്കണത്. അത് മാത്രമല്ല, ഇതിങ്ങനെ അലക്കി വെളുപ്പിക്കുമ്പോൾ തനിക്കെന്താ ചോദിച്ചൂടെ? ഈ എന്താ പറയുക, അവിടെ ഇത്രയും ദിവസം ഷോ കണ്ടിട്ടല്ലേ പോയത്? ഷോ കണ്ടിട്ട് പോയിട്ട് ഈ വെളുപ്പിന് 3 മണിക്കും ഒക്കെ ഉള്ള ഈ കോപ്രായവും കാര്യങ്ങളൊക്കെ ഫ്രണ്ട്ഷിപ്പാണോ ഇതാണോ സംഭവം എന്നുള്ളത് ഓരോന്ന് കട്ട് ചെയ്ത് ചോദിക്കാനായിട്ട് സായിക്ക് എന്തേ പറ്റിയില്ലേ? എനിക്കറിയാൻ പാടാത്തൊന്നും ചോദിക്കുക. കാരണം പുറത്ത് നിന്ന് കാര്യങ്ങൾ നല്ല രീതിയിൽ സംസാരിക്കുകയും എല്ലാം മനസ്സിലാക്കുകയും ചെയ്ത ആള് അവിടെ പോയിട്ട് അടുത്തെന്താ ഒന്നാമത് അതിൻ്റെ ഉള്ളിലെ കണ്ടസ്റ്റൻസി പുറത്ത് നടക്കുന്ന സംഭവം എന്താണെന്ന് ചോദിക്കാൻ പാടില്ല. ചോദിച്ചാൽ തന്നെ പറയാനും പാടില്ല. എന്നിട്ട് കയറി 2ാം ദിവസം തന്നെ റൂള് ബ്രേക്ക് ചെയ്തിട്ട് ഇത് ലാലേട്ടൻ എന്തായാലും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, റിവ്യൂ ചെയ്തിരുന്ന ഒരാൾ അവിടെ പോയിട്ട് അഫ്സലിൻ്റെ കാര്യം, ഇതിപ്പോൾ അഫ്സലിൻ്റെ വോയിസ് കുറച്ചേ ഞാൻ കേട്ടിടത്തോളം എനിക്ക് ഫീൽ ചെയ്തത് അയാൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ജാസ്മിന് സമാധാനമായിട്ടുണ്ട്. കാരണം എന്നെ കണ്ട് നേരിട്ട് സംസാരിച്ചിട്ടല്ലേ തീരുമാനം എടുക്കുള്ളൂ എന്ന്. 10 മിനിറ്റ് കൊടുത്താൽ മതി, അവൾ അലക്കി കഞ്ഞിൽ മുക്കി വിരിച്ചിടും. ഇയാൾ അത് ഞാനേ അല്ല വേറെ ആരും ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്സൽ വിശ്വസിച്ച് കല്യാണം കഴിക്കും. കാരണം ആ വോയിസ് കേട്ടെടുത്തോളം അഫ്സലിന് ഈ പെങ്കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. അത് ആ ഇഷ്ടം ഒന്നാമത് ഈ കൊച്ചു ഡിസേർവ് ചെയ്യുന്നില്ല. സോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അവളുടെ ഇഷ്ടമുണ്ട്. അപ്പോൾ ഇവള് ഇരുത്തി കൺവിൻസ് ചെയ്യിപ്പിച്ച് ഇത്രയും ലോകത്തിന് മുഴുവനും കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നോക്കുന്ന ആളാണോ അഫ്സലിനെ കൺവിൻസ് ചെയ്യാൻ പാടുള്ളത്? എൻഡ് ഓഫ് ദി ഡേ അഫ്സലിൻ്റെ ഇഷ്ടമാണ്. അത് വോട്ടെവർ ഇറ്റ് ഈസ്, നമുക്കത് ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് വിഷയമൊന്നുമില്ല, കല്യാണം കഴിക്കുന്നുള്ള കാര്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ സീക്രട്ട് ഏജന്റ് എന്ത് തേങ്ങയാണ് കാണിച്ചത് എനിക്ക് മനസ്സിലായില്ല. വോയിസ് ഇമോഷണലി ഡൗൺ ആക്കാനാണെങ്കിൽ ചോദിക്കാലോ, എന്താണ് വാട്ട് കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ഇതിങ്ങനെ ചെയ്യുന്നതാണോ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ ചെയ്യുന്നതാണോ ഫ്രണ്ട്ഷിപ്പ്? ഇൻഡയറക്ട്ലി പറയുന്നല്ലോ, അത് വോയിസ് ലീക്കായി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനോ തന്നെ കുഴിയിലോട്ട് ചാടേണ്ട രീതിയിൽ എന്ത് കോപ്രായമാണ് കാണിച്ചു വെച്ചത്? നിങ്ങൾ ചോദിക്കേണ്ട കാര്യം വൃത്തിക്ക് ചോദിച്ചു. അതുമില്ല. ഞാൻ അതും ഉദ്ദേശിച്ച് ചെയ്തതല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ അപ്പം ആണി അടിക്കണമായിരുന്നു. അത് ആണി അടിക്കാതെ നീ കയറിയപ്പോൾ തന്നെ നിന്റെ മേത്ത് ആണി അടിക്കാൻ നോക്കിയത്. എന്തിനാ വോയിസ് ലീക്കിൻ്റെ കാര്യം മാത്രമായി കൊടുത്തത്? ആരൊക്കെ വീഡിയോ ചെയ്ത് എന്തൊക്കെ ചെയ്തു എല്ലാം അങ്ങോട്ട് വിവരിച്ചു കൊടുത്ത് ബിഗ് ബോസിൻ്റെ ഒന്ന് വാണിംഗും കിട്ടി. ചെന്ന ഉടനെ പണി വാങ്ങിച്ച് വെക്കാൻ നോക്കുക. എനിക്കറിയാൻ പാടില്ല എന്താ കാണിക്കണേ.